ഹായ് ഹലോ രാജീവ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇപ്പോൾ എന്നോട് കഴിഞ്ഞ ആഴ്ച ഒരു കുട്ടി ചോദിക്കുകയാണ്, അമ്മേ എണ്ണയുടെ മൂപ്പ് എങ്ങനെ അറിയാമെന്ന്. അപ്പോൾ ഞാൻ അവൾക്ക് അതെങ്ങനെ അറിയുക എന്നുള്ളത് എന്നെക്കൊണ്ട് കഴിയണ വിധം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണ കാച്ചിട്ട് തന്നെ ഉപയോഗിക്കാമെന്നൊന്നുമില്ല. നമുക്ക് ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ് കരിഞ്ജീരകം കൊണ്ട് നന്നായിട്ട് മുടി വളരും കേട്ടോ. കാലങ്ങളായിട്ട് എൻ്റെ വലിയ എടുത്തി കരിഞ്ജീരകം എണ്ണ ഉപയോഗിക്കണം. ഒരുപാട് മുടി അവർക്കുണ്ട്. അവരാ എണ്ണ മാറി തേക്കണേ അല്ലേ, ഒക്കെ ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ടാണ് അവർ തേക്കുന്നത്. നന്നായിട്ട് മുടി വളർച്ച ഉണ്ടായി. ഇപ്പോൾ ഈ 74 വയസ്സ് ആയിട്ടും മുടി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിശയം തോന്നും. അപ്പോൾ ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് നമുക്ക് എണ്ണ കാച്ചാതെ തന്നെ ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് വെച്ച് പറഞ്ഞു തരാം കേട്ടോ. അതിൻ്റെ അളവ് ആദ്യങ്ങൾ കൃത്യമായിട്ട് കണക്കാക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാലേ 1 ലിറ്റർ എണ്ണയുടെ കണക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അല്ലെങ്കിൽ 1/2 ലിറ്ററിൻ്റെ പറയാം, എന്നാലും പേടിക്കേണ്ട അല്ലേ. നമ്മൾ 1/2 ലിറ്റർ എണ്ണ എടുക്കുക വെച്ചാൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുക വെച്ചാൽ 1/2 ലിറ്റർ വെളിച്ചെണ്ണ. അപ്പോൾ നമ്മൾ അതിലേക്കൊരു ഇൻഗ്രീഡിയൻസ് കൂടുതൽ ചേർക്കുന്നത് ആവണക്കെണ്ണ. 4-1 ആവണക്കെണ്ണ. മനസ്സിലായില്ലേ? 4-1. 1 ലിറ്റർ എണ്ണ വെച്ചാൽ നമ്മളൊരു 250 ആവണക്കെണ്ണ. അപ്പോൾ 1/2 ലിറ്റർ എണ്ണയാണെങ്കിൽ 125 ml കേട്ടോ. അത്രയേ വേണ്ടൂ നമ്മൾ ആവണക്കെണ്ണ. പിന്നെ നമ്മൾ എടുക്കണത് ഉലുവയും കരിഞ്ജീരകവും ഒരേ അളവിലാണ്. നമ്മൾ 1 ലിറ്ററിലേക്ക് എടുക്കുക വെച്ചാൽ 5 ടീസ്പൂണാണ് എടുക്കണത്. രണ്ടും ഉലുവയും കരിഞ്ജീരകവും പൊടിച്ചത് ക്രഷ് ചെയ്തത് നമ്മൾ 5 ടീസ്പൂൺ, രണ്ടും 5 ടീസ്പൂൺ. അപ്പം നമ്മൾ എന്താ പറയുക, 1/2 ലിറ്റർ ആണെങ്കിൽ 2.5 ടീസ്പൂൺ. മനസ്സിലായല്ലോ? കരിഞ്ജീരകവും ഉലുവയും 2.5 ടീസ്പൂൺ. അപ്പം ഞാൻ ഇന്ന് ഇവിടെ ഒരു 100 ml ഒരു കുപ്പി, 150 ml ഒരു കുപ്പിയാണ് ഉണ്ടാക്കണത്. 100 ml ഒരു കുപ്പിക്ക് തന്നെ ഉണ്ടാക്കി കാണിച്ചു തന്നാൽ മതിയില്ല എന്നൊരു കണക്ക് കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ അതിന് നമുക്ക് ചെറിയ സ്പൂണിന് ഓരോ സ്പൂണോളേനെ ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ളൂ കരിഞ്ജീരകം ഉലുവി. അത് എങ്ങനെയാണ് ഇനി നമ്മൾ വീട്ടിൽ തയ്യാറാക്കുക എന്നുള്ളത് കാണിച്ചു തരാം. വായു അടുപ്പിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഡബിൾ ബോയിലിംഗ് ആണല്ലോ. വരൂ. വെള്ളം കണ്ടോ നന്നായി കളിപ്പിളും തന്നെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഏറ്റവും കുറഞ്ഞതിൽ ഇനിയിപ്പോൾ തിളച്ചിട്ട് ഇനി അത്ര മതിച്ചാലും തിളച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടോ ഇങ്ങനെ ഒരു കുപ്പി എണ്ണയാണ് എടുത്തിട്ടുള്ളത്. കണ്ട വെളിച്ചെണ്ണ ഇങ്ങനെ ഒരു കുപ്പി. അത് ഞാനൊരു പാത്രത്തിലേക്ക് വെള്ളം നനവൊന്നും ഇല്ലാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിലേക്ക് ഞാൻ ഒഴിക്കുകയാണ്. അപ്പം നമ്മൾ ഇതിലേക്ക് ഒരു കുപ്പി ഇങ്ങനെ വെളിച്ചെണ്ണ എടുത്തു. അപ്പം നമ്മൾ കണ്ടോ ഇതിൽ 100 ml കുപ്പിയാണ് ആവണക്കെണ്ണ. കണ്ടല്ലോ 100 ml കുപ്പിയാണ്. അപ്പോൾ നമുക്ക് എത്ര കുറച്ച് വേണ്ടു? 25 ml വേണ്ടുള്ളൂ കേട്ടോ. 100ലേക്ക് 25 വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ 4-1 പറയുമ്പോൾ 25 ml നമ്മളിതിൽ കാസ്ട്രോളിൽ ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെറിയ സ്പൂണിനൊരു സ്പൂണ് കണ്ടോ ഉലുവ അങ്ങനെ ക്രഷ് ചെയ്യാണ്. കണ്ടല്ലോ ഉലുവ ക്രഷ് ചെയ്തന്നു. കണ്ടോ? അത് നമ്മൾ ഈ എണ്ണയിലേക്ക് ഇടുകയാണ്. കണ്ടോ ഉലുവ. ഇനി നമ്മൾ കരിഞ്ജീരകം അതേപോലെ കണ്ടോ അത്യാവശ്യം ക്രഷ് ചെയ്തോളൂ. കണ്ടോ ഇങ്ങനെ ക്രഷ് ചെയ്യുക. ഇനി നല്ല പൊടിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ക്രഷ് ചെയ്താലും കുഴപ്പമില്ല. എത്ര ക്രഷ് ചെയ്താലും മതി കേട്ടോ. ഇത് നമ്മൾ ഈ എണ്ണയിലേക്ക് ഇടുകയാണ്. അപ്പോൾ നമ്മൾ അതാ സ്പൂണ് വീണ് സാരമില്ല. അപ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മളിങ്ങനെ കൂട്ടി നല്ല അങ്ങനെ യോജിപ്പിക്കണം കേട്ടോ. ഇതിൽ ആവണക്കെണ്ണയുണ്ട്, വെളിച്ചെണ്ണയുണ്ട്, ഉലുവയുണ്ട്, കരിഞ്ജീരകമുണ്ട്. കണ്ടോ? ഇനി നമ്മൾ ഈ ഇതിലേക്ക് വെക്കുകയാണ്. കണ്ടോ? ഇതിലേക്ക് ഇനി നമ്മൾ വെള്ളം ആവാതെ ശ്രദ്ധിക്കണം. കണ്ടല്ലോ? ഇനി വേണമെങ്കിൽ ഇത് നമുക്ക് കത്തിക്കാം. ഇത് ഡബിൾ ബോയിലിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതിപ്പോൾ ഒന്ന് തിളയ്ക്കൊന്നും ചെയ്യില്ല. ഇനി ഇത് നമ്മൾ എത്ര സമയം വെക്കുക എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. 5 മിനിറ്റ്. ഈ എണ്ണ നമ്മൾ ഇതിൽ 5 മിനിറ്റ് കൃത്യമായിട്ട് വെക്കുക. മനസ്സിലായല്ലോ? ഇനി 5 മിനിറ്റ് ഇത് വെച്ച് കഴിഞ്ഞിട്ട് ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് 5 മിനിറ്റ് കഴിയട്ടെ. അപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളുടെ എണ്ണ 5 മിനിറ്റ് ഡബിൾ ബോയിലിംഗ് ചെയ്തതിൻ്റെ ശേഷം ഒന്ന് തണുത്തു കേട്ടോ. ഒന്ന് തണുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഇങ്ങനൊരു ഗ്ലാസ് ജാറിൽ ഗ്ലാസ്സുള്ള കാണുന്നില്ലേ കൊള്ളണം, അതിന് പറ്റിയ കുപ്പി എടുത്തണത്, അളവ് കുപ്പിയാണ് എടുത്തണത് കേട്ടോ. ഇത് നിറയുണ്ട്. കണ്ടോ? ഇത് നമ്മളിപ്പോൾ അരിക്കൊന്നും അരുത് കേട്ടോ. ഇത് നമ്മൾ നന്നായിട്ട് മൂടി. കണ്ടല്ലോ? ഇനി നമ്മൾ എന്താ ചെയ്യാന്നറിയോ? 7 ദിവസം ഇതിന് അടിയിൽ ഇങ്ങനെ കിടക്കേണ്ടത്. 7 ദിവസം നമ്മൾ വെയിലത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോയി വെക്കുക. നമ്മൾ നന്നായിട്ട് ചൂടാകുന്നവരെയാണ്. ഇപ്പോൾ മഴക്കാലമാണ്. അരമണിക്കൂറാണ് വെയിൽ കൊള്ളാൻ പറ്റുള്ളൂ വെച്ചാൽ അരമണിക്കൂർ നമ്മൾ തുറന്ന് വെക്കേണ്ട. കാരണം തട്ടിപ്പോവുകയും വല്ല പൂച്ചയോ എന്തെങ്കിലും നമ്മളെ നാട്ടുമ്പുറത്ത് പ്രത്യേകിച്ച് കേട്ടോ ടെറസിൻ്റെ നെറുക് കൊണ്ടേക്കി വെച്ചാൽ നിങ്ങൾക്ക് ഇത് 1 മണിക്കൂർ തുറന്ന് വെച്ച് വെക്കണത് ഏറ്റവും സൗകര്യം. നമ്മളെ നാട്ടുമ്പുറത്ത് നമ്മൾ താഴത്ത് കൂടെ വെക്കുക വെച്ചാൽ ഇത് നമ്മൾ ഇങ്ങനെ 7 ദിവസം നമ്മൾ രാവിലെ ഒരു 10 മണി സമയത്ത് ഒരു അരേശ മണിക്കൂറെങ്കിലും വെയിൽ കൊള്ളിക്കുക, നമ്മളകത്തേക്ക് വെക്കുക. അരേശ മണിക്കൂർ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നോ,
ഒരു 7ാമത്തെ ദിവസം 5ാമത്തെ ദിവസം കഴിയാതെ ഇത് നമ്മൾ എടുക്കാനേ പാടില്ല. 5ാമത്തെ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു നമ്മളുടെ സാധാ ഉപയോഗിക്കുന്ന വേറൊരു കുപ്പിയിലേക്ക് ഇത് നമ്മൾ ശീലയിൽ അരിച്ച് പറഞ്ഞേക്കാം. അപ്പോഴേക്കും നിങ്ങൾക്ക് ഈ എണ്ണയുടെ കളർ ഇങ്ങനെ എനിക്കറിയുന്നുണ്ട്, കറുപ്പല്ല, ഒരു എന്താ പറയുക മഞ്ഞ പച്ച, ഒരു പച്ചപ്പ് ഇങ്ങനെയുള്ളൊരു കറുപ്പാവില്ലേ, ഒരു പച്ചപ്പ് കറുപ്പായിട്ടുണ്ടാവും ഈ എണ്ണ. ഇവിടെ ഉണ്ടാക്കണമ്പോൾ കാണുന്ന കളർ അതാണ്. അപ്പോൾ ഞാനൊരു പച്ചപ്പ് കറുപ്പ് വരും കേട്ടോ. ഈ എണ്ണങ്ങൾ ഇപ്പോൾ ഈ ആവണക്കെണ്ണ ഉണ്ടാവുകൊണ്ടേ ഇതിലിനി നമുക്ക് എന്താണെന്നൊരു സാധനം കൂടി ചേർക്കാനുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ വേണമെങ്കിൽ പൊട്ടിച്ചൊഴിക്കാം. അത് പൊട്ടിച്ചൊഴിച്ചോളം നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഈ കാസ്ട്രോൾ കൂട്ടുകൊണ്ട് ഞാൻ പൊട്ടിച്ചൊഴിക്കാറില്ല. ഞാൻ ഇത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഈ കരിഞ്ജീരകവും ഉലുവയും അതേപോലെ കാസ്ട്രോയിലും വെളിച്ചെണ്ണയും കൂടി ഞാൻ ഇങ്ങനെ തയ്യാറാക്കിയിട്ടുള്ളൂ ഇതുവരെ. ഞാൻ ചിലവർ പറയുന്നുണ്ട് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ വേണമെങ്കിൽ പൊട്ടിച്ചൊഴിച്ചാൽ കൂടുതൽ മുടി ഉണ്ടാകുന്നു. പക്ഷേ ഞാൻ ഇതുവരെ ഇങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി ഞാൻ ഇതെങ്ങനെ വെയിലത്ത് വെക്കാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വരും. ഉണ്ടോ ഇന്നിപ്പോൾ നമ്മൾ ഇന്ന് എത്ര മതി, നമ്മളൊരു 1/4 മണിക്കൂറോളം ഇപ്പോൾ നല്ല വെയിലത്ത് വെച്ചു കേട്ടോ. നേരെ ഇപ്പോൾ 12 മണിയായി തുടങ്ങി കണ്ടോ. അപ്പോൾ നല്ല ചൂടായി തുടങ്ങിയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു 5 ദിവസമെങ്കിലും ചുരുങ്ങി ഇത് വെയിൽ കൊള്ളിക്കുക, അകത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ ഇനി മഴക്കാലാണ്, നാളെ മുതൽക്ക് ഇന്നിപ്പോൾ വെയിലാണ് ഇവിടെ, അതുകൊണ്ടാണ് ഞാൻ ഈ എണ്ണ ഉണ്ടാക്കിയത് കേട്ടോ. വെയിലത്ത് വെക്കാലോ 4-5 ദിവസം വിചാരിച്ചിട്ട്. അപ്പോൾ നിങ്ങളിനി മഴയാണെന്നുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ വെച്ചാലും മതി. നിങ്ങളിപ്പോൾ വെയിലത്ത് വെക്കണമെന്നില്ല കണ്ടോ. ഞങ്ങൾ തേങ്ങ അടക്കം കണ്ട വെയിൽ കണ്ടിട്ട് നോക്കാം. നാളികേരം നമ്മൾ ഇതാണ് എണ്ണ തേക്കി. അപ്പോൾ നമ്മൾ നാളികേരം കണ്ട ഉണക്കിയിട്ടാണ് വെയിൽ കണ്ടിട്ടാട്ടോ മുറ്റത്ത്. അതുകൊണ്ടാണ് ഇന്ന് ഈ എണ്ണ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ എന്താ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ കാച്ചാൻ എങ്ങനെ അമ്മയെ മൂപ്പെന്ന് ചോദിക്കൊണ്ട് കുട്ടിക്ക് ഉപയോഗം ആയിക്കോട്ടെ വെച്ചിട്ട് അവളിത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ എണ്ണ തേച്ചാൽ നന്നായിട്ട് മുടി വളരും. അപ്പോൾ നിങ്ങൾ ആദ്യം നമ്മളെ തലയിലേക്ക് ഈ എണ്ണയ്ക്ക് ഒരു കുഴപ്പം ആർക്കും കണ്ടിട്ടില്ല. ആദ്യം നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ 100 എണ്ണ ഇതിലുണ്ടാക്കിയാൽ മതി കേട്ടോ. 100 തൂക്കത്തിൽ എത്ര വെച്ചാൽ 100 ml കേട്ടോ. അപ്പോൾ കാസ്റ്റർ ഓയിൽ എത്ര എടുക്കാമെന്നും കരിഞ്ജീരകം എത്ര എടുക്കാമെന്നും ഉലുവ എത്ര എടുക്കാമെന്നും മുഴുവൻ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക്. ഇനി ഒരു സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ആദ്യം കുറച്ചുണ്ടാക്കി വെച്ചാൽ മതി. പിന്നെ അത് നമുക്ക് തലമുടി വളർന്ന് കാണാം, കുട്ടി മുടികൾ വരണമൊക്കെ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ 2ാമത്തെ ട്രിപ്പ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് തോനെ, കാരണം ഈ എണ്ണ കഴിയുന്നതിൻ്റെ ഒരു 4-5 ദിവസം മുന്നേ തുടങ്ങണം അടുത്ത എണ്ണ ഉണ്ടാക്കാൻ. എങ്കിലേ നമുക്കത് തേക്കാൻ സ്ഥിരം കിട്ടുള്ളൂ. മനസ്സിലായല്ലോ. ഇത് 5 ദിവസം കഴിഞ്ഞിട്ടല്ലേ നമ്മൾ തുടങ്ങുള്ളൂ. ഇത് തുടങ്ങുമ്പോൾ തന്നെ ഒരു 5 ദിവസം കഴിയുമ്പോൾ ഇത് നമുക്കൊരു 10-20 ദിവസത്തിനുണ്ടേ. അപ്പോൾ ഒരു 10-15 ദിവസം കഴിയുമ്പോൾ അടുത്ത എണ്ണ ഉണ്ടാക്കാൻ തുടങ്ങണം. 5 ദിവസം നമ്മൾ ഇനി വെയിലില്ലെങ്കിൽ അകത്ത് വെച്ചാലും മതി. ഡബിൾ ബോയിലിങ് 5 മിനിറ്റ് നേരം തിളക്കിയിട്ട് ചൂടാക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ എസൻസ് ഒക്കെ അതിലേക്ക് ഇറങ്ങി ക്രഷ് ചെയ്തതാവുകൊണ്ടേ. അപ്പോൾ അങ്ങനെ എല്ലാവരും തേക്കണം കേട്ടോ. അപ്പോൾ മുടി നന്നായി വളരും. അപ്പോൾ ഇനി എന്താ എൻ്റെ മുടിയിലേക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കരിഞ്ജീരക എണ്ണ ഞാൻ തേക്കാറുണ്ട്. ചേച്ചിയുടെ അടുത്ത് നിന്നിരുന്ന കാലത്ത് ചേച്ചി ഒരു അനവധി കാലമായിട്ട് അതാണ് തേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ആ എണ്ണ തന്നെ തേക്കാറുണ്ട്. വീട്ടിൽ നിന്ന് അന്ന് എണ്ണ കൊണ്ടുപോകണ പതിവൊന്നുമില്ല, ഒരു കുഴപ്പമില്ല കേട്ടോ എനിക്ക് ആ എണ്ണ തേച്ച് വെച്ചിട്ട്. അപ്പോൾ എന്താ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ എന്ന് പറയണമ്പോൾ പറയട്ടെ. ഇതെല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കണം. അപ്പോൾ എന്താ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണതിൻ്റെ കൂടെ പുതിയ ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തന്നെ വേണം. കൂട്ടത്തിൽ പിന്നെ ബെല്ലൈക്കനൊന്ന് അമർത്തണം. അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും, അതും കൂടി എനേബിൾ ചെയ്താലാണ് നമ്മുടെ വീഡിയോ മുഴുവൻ എല്ലാവരും കാണുള്ളൂ. അപ്പോൾ എന്താ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.